ഇന്ന് നമുക്ക് എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാറ്റി പിടിച്ചാലോ എന്ന് വെച്ചാൽ ഞാൻ അത് കഴിച്ചു, ഞാൻ ഇത് കഴിച്ചു, ഞാൻ അത് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് സംസാരിച്ചാലോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു കഥ പോലെ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ കെട്ടിയനൊരു റീൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ നാളൊക്കെ നോക്കിയിട്ട് ഒരു ഇത് പറയത്തില്ലേ അവരുടെ. അപ്പോൾ അതിനകത്ത് ക്യാപ്ഷനിൽ കൊടുത്ത് വെച്ചത് പോയെന്ന ആളുകാർക്ക്, മീൻസ് എൻ്റെ നാൾ പോയെന്ന ആളുകാർക്ക് ഈ 2026 സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ ഒരെണ്ണം ഇങ്ങനെയായിരുന്നു: സോഷ്യൽ മീഡിയ വഴി മാനഹാനിയോ അങ്ങനെ എന്തോ ഉണ്ടാകുമെന്ന് ഉള്ള സീൻ. സോ പിന്നെ തൊട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതിലൊക്കെ കുറച്ച് വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. സോ ഞാൻ പിന്നെ തൊട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് എന്നെ തന്നെ കൺട്രോൾ ചെയ്യുമായിരുന്നു. ഞാനല്ലാത്ത രീതിയിൽ സംസാരിക്കുമായിരുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചായപ്പോഴേക്കും എനിക്കൊരു മടുപ്പ് പോലെ ആയി തുടങ്ങി. കാര്യം എന്നെക്കൊണ്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്നുള്ളൊരു സീനിലേക്ക് വന്നു. എനിക്ക് ഈ കണ്ണീരിലും എല്ലാത്തിനും നല്ല വിശ്വാസമുണ്ട്. അതെനിക്ക് അനുഭവമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. സോ അതുകൊണ്ടിട്ട് ഞാൻ ഇതുവരെയായിട്ട് എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, എടോ ഇൻസ്റ്റയിലിട് വീഡിയോസ്, ഇൻസ്റ്റയിൽ കൂടെ ഇട്, മീൻസ് ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ ഇങ്ങനെ ലിങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക്, മീൻസ് ഞാനപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം വേണ്ട, ശരിയാവില്ല. കാര്യം എനിക്കറിയാം, മീൻസ് എന്നെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ എന്നെ കാണുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടോ എനിക്കൊരു ഇഷ്യൂ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ ചുറ്റിനുമുള്ള കുറേ പാമ്പുകൾ, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാരായിരിക്കാം, ഫ്രണ്ട്സായിരിക്കാം, അങ്ങനെ അവരൊക്കെ നമ്മൾ എങ്ങനെയൊരു രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെയൊരു ഒരു കാര്യം നമ്മൾക്ക് ഒരു അപ്ഡേറ്റ്സ് ഉണ്ടാകുന്നത് കണ്ട് അറിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന കുത്തലൊന്നും അത്ര നിസ്സാരമായിരിക്കത്തില്ല. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇൻസ്റ്റയിലൊന്നും ഇതുവരെയായിട്ടും ഒന്നും പോസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഇപ്പോഴും എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ ആൾക്കാർ അറിയാണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു അല്ലെങ്കിൽ 1 മന്ത്, ഒരു 1.5 മാസം ആ ഒരു ഇത് കൊണ്ടിട്ട് എനിക്ക് ഒരു 200 അല്ലെങ്കിൽ 200 എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ പറ്റിയെങ്കിൽ അത് അവരാരും അറിയിക്കാണ്ട് എനിക്കിത് കൊണ്ടുപോകാൻ പറ്റിയത് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ നെഗറ്റീവ് ഇടുമോ അല്ലെങ്കിൽ എന്ത് പറയും, പൊങ്കാല ഇടാൻ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ വരുന്നവരുടെ ലൈഫിലും ഇങ്ങനെ കുറേ പേരുണ്ടാകുന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, എനിക്ക് സഡൻലി ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മുടെ സ്വന്തക്കാരോ അല്ലെങ്കിൽ നമ്മൾ നന്നാവുന്ന ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. നമുക്കത് അല്ലാണ്ട് നമുക്ക് അങ്ങനെ അറിയാവുന്ന ആൾക്കാരുമുണ്ട്, അറിയാൻ പാടില്ലാത്ത ആൾക്കാരുമുണ്ട്.